എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കഥയുമായിട്ടാണ് വന്നത്. ഒരു പോലീസുകാരിയും ഒരു കർഷകനും തമ്മിലുള്ള ഒരു കഥ. അവസാനം വരെ കേൾക്കാൻ ശ്രമിക്കുക. വീഡിയോ കുറച്ച് ലെങ്തിയാണ്. ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക. സ്കിപ്പ് ചെയ്ത് പോകണവരും ഒന്ന് ലൈക്ക് അടിച്ച് പോവുക. എന്നാൽ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഒരിക്കൽ ഞാൻ കാർ ഓടിച്ച് പോകുകയായിരുന്നു. രാത്രി ഏകദേശം ഒരു 11 മണിയൊക്കെ ആയി കാണും. ഒരാൾ റോഡിൻ്റെ നടുക്ക് നിന്ന് കാറിന് കൈ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിർത്തി. അയാൾ എന്നോട് ചോദിച്ചു, എന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ അയാൾ ചോദിച്ചു, ഞാൻ സ്ത്രീയായിരുന്നോ? പൊയ്ക്കോളൂ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സ്ത്രീകളുടെ വാഹനത്തിൽ കയറിയില്ലേ? അതല്ല, ഈ രാത്രിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സ്ത്രീ ആക്കി തരുന്നത് ആലോചിച്ചപ്പോൾ വേണ്ട എന്ന് വെച്ചതാണ്. നിങ്ങൾ കയറിക്കോളൂ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ചുറ്റും നോക്കി വാഹനത്തിലോട്ട് കയറി. എന്താ ഈ രാത്രി പോലീസ് സ്റ്റേഷനിൽ? നിങ്ങളെ കണ്ടാൽ അങ്ങനത്തെ ഒരാളാണെന്ന് തോന്നില്ലല്ലോ പറഞ്ഞു. എന്തായാലും എന്നോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അയാളൊന്നും മിണ്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ സബ് ഇൻസ്പെക്ടറാണ്, പുതുതായിട്ട് ചാർജ് എടുത്ത ആളാണ്, പേര് പ്രഭ അശോകൻ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ മുഖത്തേക്ക് നോക്കി. നിങ്ങൾ ശരിക്കും പോലീസാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ID കാർഡ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അയാളൊന്ന് ഞെട്ടി. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇവിടെ ഹോസ്പിറ്റലിൽ അച്ഛൻ അഡ്മിറ്റാണ്, അപ്പോൾ അച്ഛനെ ഡിസ്ചാർജ് ചെയ്തു, കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്നു. ബസ് സ്റ്റോപ്പിൽ ആരുമില്ല. രാത്രി 10 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ അടുത്തൊരു ബാഗ് കിടക്കുന്നത് കണ്ടു. ബാഗ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ നിറയെ സ്വർണവും പണവും ഒരു കല്യാണ കത്തും ഉണ്ടായിരുന്നു. അതിലൊരു അഡ്രസ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അഡ്രസ്സും കല്യാണ കത്തിലുള്ള അഡ്രസ്സും ഒന്നായിരുന്നു. ഞാൻ അതിൽ കണ്ട നമ്പറിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണ് പറഞ്ഞു. അപ്പോൾ അത് ആരെയും ഏൽപ്പിക്കാമെന്ന് വെച്ചപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. കുറേ അവിടെ ഇരുന്നു. അങ്ങനെ അത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ വിചാരിച്ച് പോകുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ബാഗ് നോക്കി പരിശോധിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് അദ്ദേഹം പറഞ്ഞ പോലെ സ്വർണവും പണവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, നമുക്കിത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, അത് നല്ല കാര്യമാണല്ലോ. അപ്പോൾ അഡ്രസ്സിൽ ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയായി. അങ്ങനെ വീട്ടിലെത്തി. ഞാനും അദ്ദേഹം പുറത്തിറങ്ങി. അപ്പോൾ ഉമ്മറത്തൊരു പയ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, മജീദിൻ്റെ വീടാണോ എന്ന് ചോദിച്ചു. അതെ. മജീദ് ആരാണെന്ന് ചോദിച്ചു. ഉപ്പയാണ്. അപ്പോൾ ഉപ്പാനെ വിളിച്ചപ്പോൾ ഒരു 70 വയസ്സോളം പ്രായമുള്ള ഒരു ആളാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞ് കരഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ആരുടേതാണ് നിക്കാഹ് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മകളുടെ നിക്കാഹാണ്, അതിനി നടക്കില്ല, എൻ്റെ കയ്യിൽ നിന്ന് സ്വർണവും പണവും ഇന്നലെ രാത്രി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതെടുത്ത് കൊടുക്കാൻ. അങ്ങനെ അദ്ദേഹം കാറിൽ പോയി അതെടുത്തു മജീദ് എന്ന ആളെ കയ്യിൽ കൊടുത്തു. ഇത് മുഴുവനും ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, സന്തോഷമായി, ഈ പടച്ചവനാണ് നിങ്ങളിവിടെ എത്തിച്ചേ എന്നൊക്കെ പറഞ്ഞ് നന്ദിയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 1-2 മണിക്കൂർ അവിടെ സംസാരിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്രയായി. അദ്ദേഹം പറഞ്ഞു, എന്നെ ഇവിടെ ഇറക്കിക്കാളി, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെ വീട് എവിടെ വെച്ചു? ഇവിടെ അടുത്ത് തന്നെയാണ് പറഞ്ഞു. എന്നാൽ ഞാൻ ആക്കി തരാമെന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടായില്ലെങ്കിൽ ആക്കി തന്നോളൂ പറഞ്ഞു. അദ്ദേഹത്തെ വീട്ടിലാക്കി കൊടുക്കാൻ യാത്രയായി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ അച്ഛൻ്റെ കൂടെ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നതാണ്. അപ്പോൾ എന്താ നിങ്ങൾ പഠിച്ചില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പഠിച്ചു, MA ലിറ്ററേച്ചറാണ്, അധ്യാപകനായിരുന്നു. ഇപ്പോൾ അച്ഛൻ്റെ കൂടെ കൃഷി ചെയ്ത് ജീവിക്കുന്നു. പാവപ്പെട്ട കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നു, PSC കോച്ചിങ്ങൊക്കെ കൊടുക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. കൃഷിയോട് എനിക്ക് താല്പര്യം, അതുകൊണ്ട് കൃഷിപ്പണിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമ്മ, അനിയത്തി, അച്ഛൻ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പിന്നെ ചോദിച്ചു, നിങ്ങൾക്ക് പണത്തിന് ഇത്രയും അത്യാവശ്യം ഉണ്ടായിട്ട് എന്തേ നിങ്ങൾ ആ പണം എടുക്കാൻ ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പണത്തിന് അത്യാവശ്യമാണ്, പക്ഷേ അതിന് 2 ദിവസത്തെ സമയം കൂടിയുണ്ട്. ഇത് ഇന്ന് രാത്രിയത്തെ ഒരു സമയം മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. അപ്പോൾ ഇത് തിരിച്ചേൽപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തോഷം കണ്ടില്ല, അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു. അപ്പോൾ
ഇനി പണത്തിന് എന്ത് ചെയ്യും ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പോയി നോക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു പണം ഞാൻ തരാം. അപ്പോൾ അദ്ദേഹം ഓക്കെ പണം തന്നോളൂ, 2 മാസത്തിൻ്റെ ഉള്ളിൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പണം കൊടുത്തു അദ്ദേഹത്തെ വീട്ടിൽ ഇറക്കി പോന്നു. 1 വർഷം കഴിഞ്ഞു. ഞാൻ മാട്രിമോണി പരസ്യങ്ങൾ നോക്കുകയായിരുന്നു. അപ്പോഴാണ് ശബരിനാഥ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫൈൽ കണ്ടത്. ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹമായിരുന്നു. ഞാൻ അമ്മയെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അമ്മയ്ക്ക് വളരെ സന്തോഷമായി. ഈശ്വരാ, എൻ്റെ പ്രാർത്ഥന നീ കേട്ടു. ഇത്രയൊക്കെ അമ്മ വന്ന് നോക്കിയപ്പോൾ ഇത് നല്ല പരിചയമുണ്ടല്ലോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് അന്നത്തെ ആ വീട്ടിലെത്തിച്ച ആളാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. അറിയാലോ, നമ്പർ ഇതിൽ സേവാണ്. ഞാൻ അന്ന് പണം ഒന്ന് ബാങ്കിലേക്ക് ഇട്ടതായിരുന്നല്ലോ, കിട്ടിയില്ലേ ചോദിച്ചു. ആ കിട്ടി, ഞാൻ അതിന് വിളിച്ചതല്ല എന്ന് പറഞ്ഞു. മാട്രിമോണിയിൽ പരസ്യം കണ്ടപ്പോൾ വിളിച്ചതാണ്. നാളെ അമ്മയും അനിയത്തിയും അച്ഛനെയും കൂട്ടി വീട്ടിലേക്കൊന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് കുറച്ച് തിരക്കാണ്, ഞാൻ അടുത്ത ഞായറാഴ്ച വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്കും കുറച്ച് തിരക്കാണ്, ഞാൻ പോവാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവസാനമായി പറഞ്ഞു പിന്നെ നമുക്ക് രണ്ടാൾക്കും വയസ്സ് ഒരുപാട് കൂടി വരികയാണ്, കല്യാണം പെട്ടെന്ന് നടക്കണമെന്ന് പറഞ്ഞു. ഫോൺ കട്ടാക്കി. പിന്നെ അവർ സുഖമായിട്ട് ജീവിച്ചു. കഥ ഇവിടെ അവസാനിക്കുന്നു.